സഭാപ്രസംഗകൻ ചിരിയെക്കുറിച്ച് എന്തു മനസ്സിലാക്കി? ഭ്രാന്താണെന്നോ? സുഖഭോഗങ്ങൾ പരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ സഭാപ്രസംഗകൻ ശരീരത്തെ എന്തുകൊണ്ടാണ് ആഹ്ലാദിപ്പിച്ചത്? വീഞ്ഞുകൊണ്ട്. ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ ചെയ്യേണ്ടത് അറിയാൻ സഭാപ്രസംഗകൻ എന്തിനെയാണ് ആശ്ലേഷിച്ചത്? ഭോഷത്വത്തെ. തോട്ടം നനയ്ക്കാൻ സഭാപ്രസംഗകൻ എന്താണ് നിർമ്മിച്ചത്? കുളങ്ങൾ. വീട്ടുതടവുകാരായ അടിമകൾക്ക് പുറമെ സഭാപ്രസംഗകൻ ദാസന്മാരെയും ദാസികളെയും എങ്ങനെയാണ് സ്വന്തമാക്കിയത്? വിലയ്ക്കു വാങ്ങി. സഭാപ്രസംഗകന് മുൻഗാമികളെക്കാൾ അധികമായി എന്താണ് ഉണ്ടായിരുന്നത്? ആടുമാടുകൾ. രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിൽ നിന്നും സ്വന്തമാക്കിയ ലോഹങ്ങൾ ഏതൊക്കെയാണ്? സ്വർണവും വെള്ളിയും. സഭാപ്രസംഗങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴും തൻ്റെ മനസ്സിൽ നിന്നും അകന്നു പോകാതിരുന്നത് എന്താണ്? ജ്ഞാനം. സഭാപ്രസംഗകൻ തൻ്റെ നയനങ്ങൾ അഭിലഷിച്ച കാര്യങ്ങൾ എന്തു ചെയ്തില്ല? നിഷേധിച്ചില്ല. കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ട് ഹൃദയത്തിലുണ്ടായ സന്തോഷത്തെ സഭാപ്രസംഗകൻ എന്തായി കണക്കാക്കി? പ്രതിഫലം. സൂര്യനു കീഴെ ചെയ്ത അധ്വാനങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്തപ്പോൾ ബോധ്യപ്പെട്ടത് എന്താണ്? നേട്ടമൊന്നുമില്ല. പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ഭോഷത്വത്തെ അതിശയിപ്പിക്കുന്നത് എന്താണ്? ജ്ഞാനം. അന്ധകാരത്തിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ നടക്കുന്നത് ആരാണ്? ഭോഷൻ. ജ്ഞാനിനും ഒരുപോലെ ലഭിക്കാത്തത് എന്താണ്? ശാശ്വത സ്മരണ. സൂര്യനു കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യങ്ങളും എന്തായതുകൊണ്ടാണ് ജീവിതം വെറുക്കാൻ കാരണം? വേദനാജനകം. സൂര്യനു കീഴെ ചെയ്ത അധ്വാനങ്ങളെയെല്ലാം വെറുക്കാൻ കാരണം അതിൻ്റെ ഫലം ആർക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ്? പിൻഗാമിക്ക്. അധ്വാനത്തിൻ്റെ ഫലമെല്ലാം കൈവശപ്പെടുത്തുന്ന പിൻഗാമി ജ്ഞാനിയോ ഭോഷനോ എന്ന് ആർക്കാണ് അറിയാവുന്നത്? ആർക്കും അറിയില്ല. സൂര്യനു കീഴെയുള്ള പ്രയത്നങ്ങളിൽ നിന്നും പിന്മാറാൻ കാരണമെന്താണ്? മനസ്സു കെട്ടതുകൊണ്ട്. അധ്വാനിച്ചുണ്ടാക്കിയവ അശേഷം അധ്വാനിക്കാത്തവന് വിട്ടുകൊടുക്കേണ്ടി വരുന്നത് എന്തെന്നാണ് ഗ്രന്ഥകർത്താവ് വിശേഷിപ്പിക്കുന്നത്? വലിയ നിർഭാഗ്യം. അധ്വാനിക്കുന്ന മനുഷ്യനു രാത്രിയിൽ പോലും ഇല്ലാത്തത് എന്താണ്? സ്വസ്ഥത. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദൈവകരങ്ങളിൽ നിന്നും. ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവന് എന്തു ചെയ്യാനാണ് കഴിയാത്തത്? ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം നൽകുന്ന 3 കാര്യങ്ങളേവ? ജ്ഞാനം, അറിവ്, ആനന്ദം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി ദൈവം ആർക്കാണ് നൽകുന്നത്? പാപിക്ക്. സഭാപ്രസംഗകൻ ജ്ഞാനവും ഭോഷത്വവും വിവേചിച്ചു കാണാൻ തുടങ്ങിയത് ആരുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചിന്തയിലാണ്? രാജാവിൻ്റെ. ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെ നിരൂപണം ചെയ്തു. എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു.
സഭാപ്രസംഗകൻ 2:11. ജ്ഞാനിക്കു കാണാൻ കണ്ണുണ്ട്, ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു, എന്നാൽ ഇരുവർക്കും ഗതി ഒന്നു തന്നെ എന്നു ഞാൻ കണ്ടു. സഭാപ്രസംഗകൻ 2:14. ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്കു വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു. സഭാപ്രസംഗകൻ 2:21. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യനു വേറെയൊന്നുമില്ല. സഭാപ്രസംഗകൻ 2:24. തന്നെ പ്രസാദിപ്പിക്കുന്നവനു ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 2:26.